കൊച്ചി കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ രാഷ്ട്രീയ നാടകങ്ങളും അതിന് പിന്നിലെ സമുദായ ഇടപെടലുകളെക്കുറിച്ചുമുള്ള മേയർ വി.കെ. മിനിമോളുടെ തുറന്നു പറച്ചിലും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങളെ സമുദായ സംഘടനകൾ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവം. കൊച്ചി കോർപ്പറേഷന്റെ ഭരണസിരു കേന്ദ്രത്തിൽ പുതിയ മേയറായി വി.കെ. മിനിമോൾ ചുമതലയേറ്റത് മുതൽ വിവാദങ്ങളും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് ഈ പദവി ലഭിച്ചത് ലത്തീൻ സഭയുടെ ശക്തമായ ഇടപെടൽ മൂലമാണെന്ന് അവരുടെ തന്നെ വെളിപ്പെടുത്തൽ ഒരു രാഷ്ട്രീയ ബോംബായാണ് പൊട്ടിത്തെറിച്ചത്. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വേദിയിൽ വെച്ച് നടത്തിയ ഈ പ്രസംഗം കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം സമുദായത്തിനായി സമൂഹത്തിൽ ഉയർന്നതിന്റെ തെളിവാണ് എന്റെ കൊച്ചി മേയർ പദവി. മിനിമോളുടെ ഈ വാക്കുകൾ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. മേയർ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും സീനിയോറിറ്റിക്കും അപ്പുറം സമുദായത്തിന്റെ സമ്മർദ്ദശക്തി വിജയിച്ചുവെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു. സഭാ നേതൃത്വത്തോട് പരസ്യമായി നന്ദി പറഞ്ഞതിലൂടെ തന്റെ രാഷ്ട്രീയ വളർച്ചയിൽ പാർട്ടിയേക്കാൾ വലിയ പങ്ക് സമുദായത്തിനാണെന്ന് അവർ പരോക്ഷമായി വ്യക്തമാക്കുകയും ചെയ്തു. KRLCC നേതൃത്വം ഈ നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ചു. സമുദായത്തിലെ ഒരാൾ വളർന്നു വരാൻ പിന്തുണ നൽകുന്നത് തെറ്റല്ലെന്നും ജനാധിപത്യത്തിൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണമെന്നും സഭ നേതാക്കൾ പ്രതികരിച്ചു. ഇത് കേവലം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പദവിയെക്കുറിച്ചുള്ള തർക്കമല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മറ്റും സമുദായം ചെലുത്താൻ പോകുന്ന സ്വാധീനത്തിന്റെ സൂചന കൂടിയാണ്. കൊച്ചി മേയർ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഇര KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് ആണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF ഉയർത്തിക്കാട്ടിയ മുഖമായിരുന്നു അവരുടേത്. ഹൈക്കമാൻഡും KPCCയും നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരം പാർട്ടിയുടെ ഉന്നത പദവികൾ വഹിക്കുന്നവർക്ക് മുൻഗണന നൽകണം എന്നതായിരുന്നു മാനദണ്ഡം. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറന്നു. കൊച്ചി കോർപ്പറേഷനിലെ AI ഗ്രൂപ്പുകൾ വർഷങ്ങളായി തുടരുന്ന ശത്രുത മാറ്റിവെച്ച് ദീപ്തിയെ വെട്ടാനായി കൈകോർത്തു എന്നതാണ് ശ്രദ്ധേയം. പാർട്ടിക്കുള്ളിലെ ദീപ്തിയുടെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും സമുദായ താൽപര്യങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമായി. ദീപ്തി അനുകൂല ചേരിയിൽ ഇത് വലിയ നിരാശയും അമർഷവും ഉണ്ടാക്കിയിട്ടുമുണ്ട്. കോൺഗ്രസ് സർക്കുലറുകളെ ഗ്രൂപ്പ് നേതാക്കൾ പുല്ലുവില കൽപ്പിക്കുന്നുവെന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ വോട്ടിംഗ് കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത വ്യക്തമാകും. ഷൈനി മാത്യുവിനെ 19 പേർ പിന്തുണച്ചപ്പോൾ മിനിമോൾക്ക് ലഭിച്ചത് 17 പേരുടെ പിന്തുണ മാത്രമായിരുന്നു. ദീപ്തി മേരി വർഗീസിനെ വെറും 4 പേർ മാത്രമാണ് പിന്തുണച്ചത്. ഭൂരിപക്ഷം ഷൈനിക്കായിരുന്നിട്ടും ആദ്യ ഊഴം മിനിമോൾക്ക് നൽകാൻ നേതൃത്വം തീരുമാനിച്ചത് ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണമാണെന്ന ആരോപണത്തിന് ഇത് അടിവരയിടുന്നു. ഗ്രൂപ്പ് നേതൃത്വം നേരിട്ട് ഇടപെട്ട് കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിക്കുകയും രഹസ്യ ബാലറ്റ് എന്ന ആവശ്യം നിരാകരിക്കുകയും ചെയ്തത് ദീപ്തിയെ ഒഴിവാക്കാനുള്ള മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയുടെ ഭാഗമാണെന്ന് വിമർശകർ പറയുന്നു. കൊച്ചിയിൽ മാത്രം ഇത്തരമൊരു പ്രത്യേക രീതി നടപ്പിലാക്കിയത് എറണാകുളത്തെ പ്രമുഖ നേതാക്കളുടെ ഇടപെടൽ മൂലമാണെന്നും സംസാരമുണ്ട്. അധികാരം വടംവലി രൂക്ഷമായതോടെ കൊച്ചിയിൽ ടേം വ്യവസ്ഥ നടപ്പിലാക്കാൻ UDF നിർബന്ധിതരായി. 5 വർഷത്തെ ഭരണകാലയളവ് 2 തട്ടായി വിഭജിച്ചു. ആദ്യ 2.5 വർഷം വി.കെ. മിനിമോൾ മേയറായും ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായും ഭരിക്കും. അവസാന 2.5 വർഷം ഷൈനി മാത്യു മേയർ പദവി ഏറ്റെടുക്കും. KVP കൃഷ്ണകുമാർ ഡെപ്യൂട്ടി മേയറാകും. ഈ അധികാര പങ്കിടൽ താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. സമുദായത്തിന്റെ പേരിൽ പദവികൾ നേടിയെടുക്കുന്ന രീതി വരും കാലങ്ങളിൽ കോൺഗ്രസിന് വലിയ തലവേദനയുണ്ടാക്കും. മിനിമോളുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസ് സമുദായ സംഘടനകളുടെ അനുവർത്തികളായി മാറുന്നു എന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സഭ ഇടപെടുന്നുവെന്നത് അണികൾക്കിടയിലും അതൃപ്തി ഉണ്ടാക്കുന്നു. ദീപ്തിയെ പോലുള്ള വനിതാ നേതാക്കളെ അവഗണിക്കുന്നത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ കുറയ്ക്കാനും കാരണമായേക്കാം. വി.കെ. മിനിമോളുടെ കൊച്ചി മേയർ പദവി കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് സംഘടിതമായ സമുദായ ശക്തിയുടെ വിജയമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ നയങ്ങളിലും മാനദണ്ഡങ്ങളിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധം സമുദായ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലൊരു സൂചനയല്ല. കൊച്ചിയിലെ ഈ അധികാരം കൈമാറ്റം വരും ദിവസങ്ങളിൽ KPCCയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതും ഉറപ്പാണ്. ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവർക്ക് അർഹമായ പരിഗണന നൽകി പാർട്ടിക്കുള്ളിലെ മുറിവുകൾ ഉണക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ലത്തീൻ സമുദായം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമാക്കുന്നതും പ്രാതിനിധ്യത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നതും വരാനിരിക്കുന്ന 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ ചലനങ്ങൾ സൃഷ്ടിക്കും. പരമ്പരാഗതമായി കോൺഗ്രസ് അനുകൂല വോട്ട് ബാങ്കായി കരുതപ്പെട്ടിരുന്ന ലത്തീൻ സഭ തങ്ങൾ ആരുടെയും ഉറച്ച വോട്ട് ബാങ്ക് അല്ല എന്ന് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലത്തീൻ കത്തോലിക്ക സഭ പ്രാദേശിക തലത്തിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെയും വിഷയങ്ങളെയും വിലയിരുത്തി വോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മുന്നണികൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമുദായ താൽപര്യങ്ങൾ മുൻനിർത്താൻ
വലിയ സമ്മർദ്ദമുണ്ടാകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മണ്ഡലങ്ങളിൽ ലത്തീൻ സമുദായത്തിന് നിർണായക വോട്ടുകളുണ്ട്. മുനമ്പ ഭൂമി പ്രശ്നം, തീരദേശ ഹൈവേ, കടലാക്രമണം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിലെ പ്രതിഷേധം എന്നിവ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമാകും. ഈ വിഷയങ്ങളിൽ വ്യക്തമായ ഉറപ്പ് നൽകുന്നവർക്ക് മാത്രമേ സമുദായം പിന്തുണ നൽകൂ. കൊച്ചി മേയർ പദവിയിൽ കണ്ടതുപോലെ നിയമസഭയിലേക്കും സമുദായത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ സീറ്റുകൾ നൽകണമെന്ന് സഭ ആവശ്യപ്പെടും. UDF-ഉം LDF-ഉം ഒരുപോലെ ലത്തീൻ വോട്ടുകൾ ലക്ഷ്യമിടുന്നതിനാൽ സമുദായത്തെ പ്രീണിപ്പിക്കാൻ കൂടുതൽ സീറ്റുകൾ നൽകാൻ മുന്നണികൾ നിർബന്ധിതരാകും. BJP ക്രൈസ്തവ സമുദായങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ലത്തീൻ വോട്ടുകൾ വിഘടിക്കുന്നത് പരമ്പരാഗത മുന്നണികളുടെ വിജയ സാധ്യതയും ബാധിക്കും. ലത്തീൻ സഭ സ്വീകരിക്കുന്ന ഇഷ്യൂ ബേസ്ഡ് നിലപാട് ഫലത്തിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ നിർണായകമാകും. ചുരുക്കത്തിൽ വെറും ഒരു വോട്ട് ബാങ്ക് എന്നതിലുപരി രാഷ്ട്രീയ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കിങ് മേക്കർ പദവിയിലേക്കാണ് ലത്തീൻ സമുദായം നീങ്ങുന്നത്. ഇത് കേരളത്തിലെ ഇരു മുന്നണികൾക്കും തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതേണ്ട സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്.